ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതായത് നമ്മുടെ ലാലേട്ടനും പൃഥ്വിരാജും എമ്പുരാൻ മൂവിക്ക് കൊടുക്കുന്ന ഹൈപ്പിനേക്കാളും കൂടുതൽ ഹൈപ്പ് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ കറക്റ്റ്ലി ചെന്നൈയിലാണുള്ളത് ഫോർ ഇൻ ഇൻഫർമേഷൻ. അപ്പോൾ ചെന്നൈയിലുള്ള എൻ്റെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ഞാൻ സെക്കൻഡ് ഡേ എമ്പുരാൻ കാണാൻ വേണ്ടി പോയി. അതായത് ഇന്നലെ ഞാൻ പോയിട്ട് എമ്പുരാൻ മൂവി കണ്ടു. ഫസ്റ്റ് ഡേ നോക്കിയപ്പോഴത്തേക്കും തിയേറ്റേഴ്സ് ഒക്കെ ഭയങ്കര ഫുൾ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ പോയി കണ്ടോ ടിക്കറ്റ് പോലും കിട്ടാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഫൈനലി യെസ്റ്റർഡേ ഞാൻ പോയി മൂവി കണ്ടു. ഞാൻ മൂവി കാണാൻ വേണ്ടി തിയേറ്ററിൽ എത്തിയ സമയത്ത് തിയേറ്റർ ഫുള്ള് കാലിയായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മേ ബി ചെന്നൈ അല്ലേ, മലയാളം ഷോയ്ക്കൊന്നും അധികാരം വരില്ല, തമിഴായിരിക്കും എല്ലാവരും വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ മൂവി കണ്ടു. അപ്പോൾ മൂവിയുടെ റിവ്യൂ പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മൂവി റിവ്യൂലുള്ളത് ഫുള്ള് സ്പോയിലേഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന സ്പോയിലേഴ്സ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂവി കണ്ട ഫീല് തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മൂവി കണ്ടതിന് ശേഷം മാത്രമേ റിവ്യൂ കാണാം. എന്തായാലും കാണാൻ പോകുന്നത് 100 പേരായിരിക്കും. അപ്പോൾ നിങ്ങൾ 100 പേരും മൂവി കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൂസിഫർ എന്ന മൂവിയിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. അത് നമ്മുടെ ടൊവിനോ ചെയ്ത ഒരു ക്യാരക്ടറായിരുന്നു. ആ ടൊവിനോ ചെയ്ത ക്യാരക്ടറിനെ നശിപ്പിച്ച് കുളമാക്കി എന്ന് പറയാം. ടൊവിനോയോട് ഫസ്റ്റ് സിനിമയിൽ തോന്നിയ ഒരു ഇഷ്ടം. ചില മൂവിയിലൊക്കെ നമുക്ക് ഈ വില്ലന്മാരോട് ദേഷ്യം തോന്നും. അതും അവരുടെ ആ ഒരു ക്യാരക്ടർ ആർക്കിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്നുണ്ടോ. നമുക്ക് അത്ര ആ കഥാപാത്രത്തോട് ദേഷ്യം തോന്നണമെങ്കിൽ അത് അത്ര ആ വില്ലൻ എന്ന് വെച്ചാൽ അത്രയ്ക്കും വെൽ റിട്ടേൺ ആയിരിക്കും. ഇവിടെ ടോവിനോടെ കഥാപാത്രത്തോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. കാണിക്കുന്നതൊക്കെ വില്ലത്തരമാണെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫീലും തോന്നില്ല. എനിക്ക് ആ ഒരു ക്യാരക്ടറിനെ വെറുതെ വേസ്റ്റ് ചെയ്ത പോലെ തോന്നി. അതുപോലെ തന്നെ സാനിയപ്പൻ ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സെലിബ്രിറ്റിയാണ്. നമ്മൾ പറയല്ലേ, ചിലർ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ, അങ്ങനെ ഒരു ഭയങ്കര പെർഫോമർ അല്ലെങ്കിലും നമുക്ക് അവരോടൊരു ഒരു സ്നേഹം തോന്നും. അപ്പൊ അവരുടെ വെൽവിഷേഴ്സ് ആയിരിക്കും നമ്മൾ. അവർക്ക് നല്ല നല്ല മൂവീസ് കിട്ടണം, അവർ കരിയറിൽ മുമ്പോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരാത്മാർത്ഥമായിട്ട് ചിലരോടൊരു താല്പര്യം തോന്നില്ല. അങ്ങനെ എനിക്ക് താല്പര്യമുള്ളൊരു ആളാണ് സാനിയപ്പൻ. അപ്പൊ സാനിയെ ഞാൻ ലൂസിഫർ 1 കണ്ട സമയത്ത് എനിക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ, പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടി എന്നതിൽ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷെ എമ്പുരാനിലേക്ക് വന്നപ്പോ എന്താ സംഭവം എന്ന് വെച്ചാൽ, സാനിയക്ക് ആക്ച്വലി ലൂസിഫറിൽ സാനിയുടെ ക്യാരക്ടറിന് ഉണ്ടായിരുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. ആക്ച്വലി ഈ മൂവിയിൽ ഇപ്പൊ സാനിയ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അങ്ങനെ തന്നെ നിങ്ങൾക്ക് എടുത്ത് വെളിയിലേക്ക് ഇടാം. ഈ മൂവിക്ക് ഒന്നും സംഭവിക്കില്ല, ഒരു മാറ്റവും സംഭവിക്കില്ല. എനിക്ക് തോന്നുന്നു സാനിയുടെ കഥാപാത്രത്തെ ഈ മൂവിയിലേക്ക് ഉൾപ്പെടുത്തിയതിന്റെ ഒരു റീസൺ, ലൂസിഫർ 1 സാനി ഉണ്ടായിരുന്നോണ്ട് ഇപ്പൊ ഈ മൂവിയിൽ സാനിയുടെ ഷോർട്സ് കാണിച്ചില്ലെങ്കിൽ ആൾക്കാർ സാനിക്ക് എന്ത് പറ്റി, ആ കഥാപാത്രത്തിന് എന്ത് പറ്റി എന്ന് ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു സാനിയുടെ കഥാപാത്രത്തെ അവർ കഷ്ടപ്പെട്ട് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തത്. ബട്ട് പ്രത്യേകിച്ച് സാനിയുടെ ക്യാരക്ടറിന് ഇതിലൊന്നും ചെയ്യാനില്ലായിരുന്നു. ഷോൺ റമി അവർക്കൊക്കെ ആണെങ്കിൽ ലൂസിഫർ 1 അവർക്ക് പെർഫോം ചെയ്യാനുണ്ടായിരുന്നു, അവരുടെ ക്യാരക്ടേഴ്സിന് ഡെപ്ത് ഉണ്ടായിരുന്നു, കഥയിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ അവർക്ക് ആർക്കൊന്നും ചെയ്യാനില്ലായിരുന്നു. ബട്ട് ഒരു ഫീമെയിൽ ക്യാരക്ടർ, അതായത് ലൂസിഫർ 1 മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിലെല്ലാവരും പറഞ്ഞാണ് മഞ്ജു വാര്യരൊന്നും വലുതായിട്ട് പെർഫോം ചെയ്യാനൊന്നും ഇല്ലെന്നാണ് ആ സമയത്ത് പറഞ്ഞത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എമ്പുരാൻ കാണണം. കാരണം എമ്പുരാൻ എന്ന് പറയുന്ന ഈ സിനിമ കാണുന്ന സമയത്ത് നമുക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ, ഇതിൽ ആക്ച്വലി മോഹൻലാൽ അല്ല, ഇതിൽ ആരും അല്ല, ഇതിൽ മഞ്ജു വാര്യറാണ്. മഞ്ജു വാര്യരുടെ ക്യാരക്ടർ ഈസ് സോ വെൽ റിട്ടൺ ആൻഡ് വെൽ പെർഫോംഡ്. അതിനെക്കുറിച്ച് എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ബാക്കി നിങ്ങൾ തിയേറ്ററിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ ആക്ച്വലി ഇതിൽ ബോബിയുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ബോബി സുന്ദരനായ വില്ലൻ. ബോബിയുടെ പെർഫോമൻസിനേക്കാളും കൂടുതൽ വിനീതാണ് ബോബിയുടെ ക്യാരക്ടറിനെ ഡബ് ചെയ്തിരുന്നത്. അപ്പം ആ ഡബിങ്ങിന്റെ കൊണ്ടാണ് നമുക്ക് ആ പെർഫോമൻസ് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നുമായിരുന്നു. അപ്പം ലൂസിഫർ എന്ന സിനിമയുടെ നട്ടലായിരുന്നു ബോബി. അപ്പം സെക്കൻഡ് പാർട്ടിൽ ഓഫ് കോഴ്സ് ബോബി ഇല്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ബലക്കുറവുണ്ട്. ഞാൻ ആക്ച്വലി മൂവി കണ്ടത്, ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ തമിഴ് ഫ്രണ്ട്സിൻ്റെ കൂടാണ് കണ്ടത്. അപ്പം ഇവര് ലൂസിഫർ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് വലിയ എക്സ്പെക്ടേഷൻ ഇല്ല, ഒന്നുമില്ല, അവർ വെറുതെ വന്നിരിക്കുകയാണ്. അപ്പൊ മൂവി കാണാൻ തുടങ്ങി. ആദ്യത്തെ ഒരു 10-20-25 മിനിറ്റ് കഴിഞ്ഞിട്ടും മോഹൻലാലിന്റെ എൻട്രി ഒന്നുമില്ല. അവരോടൊക്കെയാണ് ഇപ്പൊ എന്താ നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, കഥ തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇതെന്തിനാ കാണിക്കുന്നത്? ഓരോ സീൻ വരുമ്പോഴും ഇവരെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കണേ. അപ്പൊ എനിക്കും പറഞ്ഞു കൊടുക്കാറില്ല. ഞാൻ പറഞ്ഞു, ഈ സീനിനൊക്കെ മൂവിയുടെ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ടാവും. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞത്, ഈ ആദ്യം കാണിക്കുന്ന ഈ സീൻസിനൊക്കെ മൂവിയുടെ ലാസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കണക്ഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ നമുക്ക് പിന്നെ ലാസ്റ്റിൽ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പക്ഷെ മൂവിയുടെ ലാസ്റ്റിലേക്ക് വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ, അത്രയും ടൈം വലിച്ചു നീട്ടി മൂവിയുടെ തുടക്കത്തിൽ അത്രയും കാണിക്കേണ്ടിയിരുന്നില്ല. അത് ചെറുതായിട്ട്, അതായത് ആ സീനിന്റെ ഒക്കെ ഇമ്പാക്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അത്ര ലെങ്തിൽ കാണിച്ചത്. അതായത് ഒരാൾ അടിക്കുന്നുണ്ടെങ്കിൽ, കൊല്ലുന്നുണ്ടെങ്കിൽ, കൈ പിടിച്ച് തിരിക്കുന്നുണ്ടെങ്കിൽ ആ ഷോർട്ടായിട്ട് അവിടെ നടന്നൊരു കലാപം ആണ് അവരോട് ചെയ്ത ക്രൂരതയൊക്കെയാണ് കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്.
ക്രൂരത കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരായിട്ട് ഷൂട്ട് ചെയ്യുന്ന കാണിക്കണമെന്നില്ലല്ലോ. അത് വളരെ കുറച്ച് സമയം കൊണ്ടും ക്രൂരത കാണിച്ചിരുന്നെങ്കിൽ നമുക്കത് ക്രൂരതയാണെന്ന് മനസ്സിലായിരുന്നു. ഇത് ക്രൂരതയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സിനിമയിൽ ഒരു 10-20% സമയം എടുത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ എന്റെ കൂടെ മൂവി കണ്ടവരിപ്പോ ഉണ്ടാവണമായിരുന്നു റിവ്യൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർ ശരിക്കും പറഞ്ഞാലും, അതായത് ഇവരെന്നോട് മോഹൻലാലിന് ഈ സിനിമയിൽ ഏറ്റവും കുറഞ്ഞ ഒരു 4-5 ഇൻട്രോയിലുണ്ട്. അപ്പൊ ഓരോ പ്രാവശ്യം മോഹൻലാലിന്റെ ഇൻട്രോ ഇന്ന് സ്ലോ മോഷനിൽ കാണിക്കുമ്പോഴത്തേക്കും ഇവര് ചെക്കാണ് അത് ഇൻട്രോ കഴിഞ്ഞില്ലേ പിന്നെ കാണിക്കണം, അത് 3-ാമത്തെ ഇൻട്രോ, അതേ 4-ാമത്തെ ഇൻട്രോ, എന്നിട്ട് അവര് തന്നെ കളിയാക്കാൻ തുടങ്ങി. ഈ സിനിമ നിങ്ങൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 4-5 പ്രാവശ്യം കണ്ട് മോഹൻലാലിനെ ഇങ്ങനെ സ്ലോ മോഷൻ കാണിക്കുന്നുണ്ട്. അത് ഒരു പ്രാവശ്യം കാണിക്കുകയാണെങ്കിൽ നമുക്കത് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നും. തിയേറ്ററിലൊക്കെ കയ്യടി വരും. പക്ഷെ ഇത് ഓരോ 10 മിനിറ്റിലും മോഹൻലാലിന്റെ ഒരു ഇൻട്രോ കൊടുത്ത് സ്ലോ മോഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെയും എന്നുള്ള ഫീലാണ് നമുക്ക് വരുന്നത്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാല്, ഈ അതായത് ലൂസിഫർ എന്നാണ് ഇവരെല്ലാം ഉദ്ദേശിക്കുന്നത്, അത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഓരോ സീൻ കഴിയുമ്പോഴും, ഓരോ ഇമ്പോർട്ടൻറ്റ് സീൻ കഴിയുമ്പോഴും വളരെ ഫോഴ്സ്ഫുള്ളി ആ സ്ക്രീനിലല്ല, വളരെ ഫോഴ്സ്ഫുള്ളി ആ സിനിമയിൽ ഒരു എല്ല് കൊണ്ടുവരാൻ നോക്കുകയാണ്. അതായത് ഇതിലൊരു ഭയങ്കരമായിട്ടൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഫൈറ്റ് സീക്വൻസിൽ നിന്ന് ഒരു കുരിശ് താഴേക്ക് വീഴുമ്പോൾ കുരിശിന്റെ എല്ല് കാണിക്കുന്നു. അതാണ് ഈ ഫസ്റ്റ് എല്ലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഓ വാവ് കൊള്ളാം, ആ ഒരു ലൂസിഫറിന്റെ എല്ലാം അവിടെ വന്നു എന്ന് വിചാരിക്കാം. പിന്നെ മരമൊടിഞ്ഞു വീണാലും എല്ല് വരും, കൊടിയൊടിഞ്ഞു വീണാലും എല്ലോടും, ആള് താഴെ വീണാലും എല്ല് വരും. എങ്ങനെ പോയി കഴിഞ്ഞാലും ഓരോ ഇമ്പോർട്ടൻറ്റ് സീൻ കഴിയുമ്പോഴും താഴെ നിലത്തൊരു എല്ല് വീണ് കിടപ്പുണ്ടായിരിക്കും. അപ്പൊ അതെനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. എനിക്ക് മറ്റേ ഒരു ട്രോൾ വീഡിയോ കണ്ടു, സലീം കുമാർ കല്യാണരാമൻ സിനിമയിൽ ഈ എല്ല് ഇവിടെ വെക്കും, ഈ എല്ല് എവിടെ വെക്കും എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന ഒരു സീൻ എടുത്ത് പൃഥ്വിരാജിന് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് തോന്നിയത്, ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രം എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. പൃഥ്വിരാജിന്റെ കഥാപാത്രം മോഹൻലാലിന്റെ കൂടെ നടക്കുന്ന ഒരു ബോഡി ഗാർഡിന്റെ ഒരു പാർട്ടായിരുന്നു. ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും ഈ ലൂസിഫറിനെയും അതേപോലെ തന്നെ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തെയും കൂടെ കണക്ട് ചെയ്തിട്ട് പൃഥ്വിരാജിന്റെ ഒരു ബാക്ക് സ്റ്റോറി, പിന്നെ പൃഥ്വിരാജിനെ മോഹൻലാലിൽ ഒന്നിച്ചുള്ള ഒരു ഫൈറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതില് മറ്റേ മോഹൻലാലിന്റെ ഒരു ഐക്കോണിക് ചവിട്ടുണ്ടല്ലോ, ഇങ്ങനെ കാലിങ്ങനെ പൊക്കി വെച്ചിട്ടുള്ള ഒരു ചവിട്ട്, അത് പൃഥ്വിരാജും മോഹൻലാലും രണ്ടുപേരും അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വേറെ ആൾക്കാരെ തലയിലൊക്കെ വെച്ചിരുന്ന് ഒരു ഫൈറ്റ് ഒക്കെ കാണിച്ചു. ഭയങ്കര മൂവി എനിക്ക് ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് തോന്നി. ഓക്കെ, ഈ സാധനം ലൂസിഫർ 1 വർക്കായി എങ്കിൽ ഞങ്ങളിതൊരു 10 തവണ ചെയ്ത് കാണിക്കാം എന്നുള്ളൊരു സാധനമായിട്ട് തോന്നി. വേണ്ടിയിരുന്നില്ല. പക്ഷെ എനിക്ക് പൃഥ്വിരാജിന്റെ ആ ഒരു കുട്ടിക്കാലം കാണിച്ചു പൃഥ്വിരാജും മോഹൻലാലും ഒന്നിച്ച് ഫൈറ്റ് ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് ഫാൻസ് ഇളകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോ. ബട്ട് ഏതെങ്കിലുമൊക്കെ ഫാൻസ് ഇളകിയിട്ടുണ്ടോന്നറിയില്ല, എനിക്കൊന്നും കണ്ടിട്ട് തോന്നിയില്ല. അതായത് ഇങ്ങനെ രണ്ടുപേര് ഇവരിങ്ങനെ നിൽക്കുന്നു, ഇവിടുന്ന് ഒരാൾ കഴുത്തി ചവിട്ടുന്നു, ഇവിടുന്ന് ഒരാൾ കഴുത്തി ചവിട്ടുന്നു. പക്ഷെ പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും ഫിസിക് വൈസ് അവർ ഭയങ്കര ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു വാവ് സാധനം ഒന്നും കിട്ടില്ല, ഒരു ഹീറോയിക് സാധനം ഇതോടെ കിട്ടില്ല. അയ്യോ. പിന്നെ ഏതൊക്കെയോ ഫോറിനേഴ്സിന്റെ സർപ്രൈസ് എൻട്രി ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വലുതായിട്ട് ഫോറിൻ പടങ്ങളൊന്നും കാണാത്തോണ്ട് അവർ ആരാണെന്ന് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അവരൊന്നും കണ്ടപ്പോഴത്തേക്ക് വലിയ എക്സ്പ്രഷനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഈ മൂവി കണ്ടിട്ട് വേറെ റിവ്യൂസ് ഒന്നും കണ്ടിട്ടില്ല. ചിലപ്പോൾ റിവ്യൂസ് ഒക്കെ കണ്ടാൽ അവരാരാണ് എന്താണ് ഇവിടെ നിന്നാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അവർ ഒരു ഫോറിൻ ആക്ടേഴ്സ് ആയിരുന്നു, അവർ വന്നു ആക്ട് ചെയ്തു പോയി. ഞാൻ അത്രമാത്രം വിചാരിച്ചിട്ടുള്ളൂ. സിനിമയുടെ ഒരു കൊളാബറേഷൻ ആയിട്ടൊക്കെ ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നുമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നി മേ ബി നോർത്തിൽ നിന്നും സൗത്തിൽ നിന്നുള്ള വേറെ ഏതെങ്കിലും ആക്ടേഴ്സിനൊക്കെ ക്യാമിയോ ആയിട്ടൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ച് നല്ലായിരുന്നു തോന്നി. ഇടയ്ക്ക് ആരോ ക്യാമിയോ കൊണ്ടുവന്നത് ആരാണെന്ന് ഞാൻ എൻ്റെ തമിഴ് ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരു പർട്ടിക്കുലർ സീനില് ഒരാളെ ഷൂട്ട് ചെയ്തിട്ട് ഒരാളിങ്ങനെ മാസ്ക് ഒക്കെ മാറ്റിയിട്ട് മറ്റേ സ്ലോ മോഷൻ നടന്നു പോകുന്നൊരു സീനുണ്ട്. അപ്പൊ ഞാൻ ഓർത്തത് വിജയുടെ വല്ല ക്യാമിയോ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ വിജയ് അല്ല, ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി വേണോ തപ്പി കണ്ടുപിടിക്കുക ആരാണെന്ന്. എമ്പുരാൻ ആക്ച്വലി ഒരു ബിഗ് ബഡ്ജറ്റ് പടമാണ്. ആൾക്കാരെ തിയേറ്ററിലേക്ക് എത്തിക്കാനായിട്ട് ഈ മൂവിക്ക് സാധിച്ചു എന്ന് ചോദിച്ചാൽ യെസ്. ബട്ട് ഇതങ്ങനെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു മൂവിയാണോ? നോ. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ബാക്കി കാര്യങ്ങൾ അതൊക്കെ അടിപൊളിയാണ് കേട്ടോ. അതൊന്നും ഒരു രക്ഷയില്ല. വിഷ്വലി അതായത് ഇത് ഫോറിൻ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫോറിനേഴ്സ് സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് വെളിയിൽ നടക്കുന്ന ഒരു കഥ റഷ്യയിൽ നടക്കുന്നു, UK നടക്കുന്നു എന്ന് കാണിക്കുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി അവിടെ പ്രൊഡ്യൂസ് ചെയ്തൊരു മൂവി കാണുന്ന ഫീൽ തന്നെ കിട്ടും. നമുക്ക് സാധാരണ നമ്മുടെ ഇവിടുത്തെ മൂവിയിൽ ചുമ്മാ സെറ്റ് ഇട്ടിട്ട് അവിടുത്തെ കുറച്ച് കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയ പോലെ തോന്നില്ല. സെറ്റിട്ട പരിപാടികളായിട്ട് അങ്ങനെ ഒരു ഉടായ്പ് പരിപാടിയൊന്നുമില്ല. ലൈക്ക് നല്ല പോലെ സ്പെൻഡ് ചെയ്ത് നല്ല വൃത്തിക്ക് തന്നെ എടുത്തിട്ടുള്ള മൂവിയാണ്. എന്താണ് ഈ മൂവിയിൽ ലാക്കിംഗ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ സ്റ്റോറി. ആക്ച്വലി തേർഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ 2 തേർഡിനുള്ള ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുകയാണോ എന്നൊരു തോന്നിപ്പോയി. മോഹൻലാലിന്റെ എൻട്രി ഒക്കെ കുറച്ചുകൂടെ നേരത്തെ ആക്കാറുണ്ട്, ഇത്രയും ഡിലേ ആക്കേണ്ടിയിരുന്നില്ല.
കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നു. മഞ്ജു വാര്യരുടെ പോർഷൻസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ എൻ്റെ അടുത്ത് ആരെങ്കിലും എമ്പുരാൻ തിയേറ്ററിൽ പോയി കാണണമെന്ന് ചോദിച്ചാൽ ഞാൻ നോയെ പറയും. എന്തിനാണ് ലൈക്ക് അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ലൂസിഫർ തന്നെ പോയി കാണാൻ പറയും. ലൂസിഫറിലുള്ളതിനേക്കാളും കൂടുതലൊന്നും ഇതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ഇത്രയും കോടികൾ ഉണ്ടാക്കി ഇത്രയും കോടികൾ സ്പെൻഡ് ചെയ്തുള്ള ഒരു മൂവിയാണ്, നമ്മുടെ മൂവിയാണ്, അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ളൊരു മൂവിയാണ്, അതുകൊണ്ട് നമ്മൾ ഈ മൂവിയെ സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ഗൈസ് ക്യാൻ ഗോ ആൻഡ് സപ്പോർട്ട് ദിസ് മൂവി. ബട്ട് ആസ് എ മൂവി ഇറ്റ്സ് നോട്ട് വർത്ത് സ്പെൻഡിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് നമ്മളൊരു മൂവിക്ക് പോകുന്ന സമയത്ത് ഇപ്പൊ എൻ്റെ ഒരു കാര്യം പറയാണ്, ഞാനിപ്പോൾ ഒരു മൂവിക്ക് പോകുമ്പോഴത്തേക്ക് ആ മൂവിയുടെ ടിക്കറ്റ് മാത്രമല്ല ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്, ആ ഒരു 180 rupees മാത്രമല്ല എനിക്ക് ചിലവ്. ഞാൻ ഇന്നലെ പോയപ്പോൾ അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ 150, 100, 250, 250 rupees എനിക്ക് ട്രാവൽ എക്സ്പെൻസ് ആയി. പിന്നെ PVRലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാൻ എന്തുമാത്രം എക്സ്പെൻസ് ആവുന്നറിയാം. അതൊക്കെ ഒരു ദിവസം മൊത്തവും നമ്മൾ ജോലി ചെയ്യുന്ന പൈസയാണ് നമ്മളൊരു മൂവിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. സോ 180 രൂപയായിട്ട് മാത്രം ഇതിനെ കാണാതെ ഒരു വലിയ സ്കെല്ലിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലോസ് ഫോർ അസ്. പിന്നെ ആക്ച്വലി ഇപ്പൊ എമ്പുരാൻ മൂവി തമിഴിലോ തെലുങ്കിലോ ഒക്കെ ആയിരുന്നെങ്കിൽ ഓരോ സീൻ കഴിയുമ്പോഴും മോഹൻലാലിന്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, പൃഥ്വിരാജിന്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, മഞ്ജു വാര്യരുടെ വേറെ ഡാൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തിക്കെട്ടി വൃത്തികേടാക്കിയാലും ഇതങ്ങനെ വൃത്തികേടാക്കിയിട്ടില്ല. ബട്ട് നമ്മുടെ മലയാള സിനിമകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കഥയാണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ്. നമ്മുടെ മേക്കിങ്ങോ വേറെ ഒന്നുമല്ല, കഥയും പെർഫോമൻസും ആണ് നമ്മുടെ മെയിൻ പോയിന്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പെർഫോമൻസിന്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല, ബട്ട് കഥയുടെ കാര്യത്തിൽ ഇവിടെ നമ്മൾ കൈവിട്ടുപോയി. അതായത് അപ്പൊ നമുക്ക് അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട്, ഇത് മൂവി റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെന്ന് എനിക്കറിയില്ല, ബട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് കൂടുതൽ മൂവി റിവ്യൂസിലേക്ക് പോകാം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.